ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതുണ്ടാക്കാനായിട്ട്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 150 ഗ്രാം യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഹണി ഇതിലേക്ക് ചേർക്കാം. പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാകും. ഞാൻ 2 ടീസ്പൂൺ ഹണിയാണ് ചേർത്തിരിക്കുന്നത്. ഹണി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലതാണ്. അപ്പോൾ ഹണി ചേർത്ത് നല്ലതുപോലെ യോഗേർട്ടുമായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള മാവ് ചേർത്ത് കൊടുക്കാം. മൈദ മാവോ ഗോതമ്പ് മാവോ ചേർക്കാം. ഞാൻ 1.5 കപ്പ് മൈദയാണ് ഇതിലെടുത്തിരിക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ ഈ സ്പൂണ് മാറ്റിയിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വിസ്കാണ് നല്ലത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് കുറച്ച് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ദോശ മാവിനേലും കുറച്ചുകൂടി തിക്കായിരിക്കണം. മാവെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു തവ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ ഗീയോ ചേർക്കാം. ഗീ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഓരോ തവി വീതം ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ദോശ പരത്തുന്നത് പോലെ പരത്തരുത്. കുറച്ച് കട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മുകളിലെ ഭാഗം കുക്കായി കഴിയുമ്പോഴേക്കും മറിച്ചിടാം. ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് എടുക്കും. മീഡിയം ടു ലോ ഹീറ്റിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മറിച്ചിട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. യോഗേർട്ടൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മളിത് കൂടുതൽ നേരം വെക്കാനായിട്ട്. ഒന്ന് മറിച്ചിട്ടൊക്കെ നോക്കുക. അപ്പോൾ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യരുത്, തുറന്നു വെച്ചാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ അടുത്തതും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിലുള്ള പാൻ കേക്കാണ് ഉണ്ടാക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ കുറച്ച് കട്ടിയിലായിരിക്കണം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടാം. മീഡിയം ടു ലോ ഹീറ്റിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. മൂടി വയ്ക്കരുത്. മൂടി വെച്ചാൽ വളരെയധികം തളർന്ന് കിടക്കും. നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാറ്റർ ഒഴിച്ചതിന് ശേഷം മുകൾ ഭാഗം വെന്ത് കഴിയുമ്പോഴേക്കും മറിച്ചിടാം. തീ കൂടി പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഹീറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് 2 സൈഡും പാകത്തിന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പാൻ കേക്കാണിത്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ പാൻ കേക്കാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതിയെ ഒന്ന് പരത്തി കൊടുക്കുക. മുകൾ ഭാഗം കുക്കായി കഴിയുമ്പോഴേക്കും തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാൻ കേക്ക് റെഡിയായി. നല്ല രുചിയാണ് ഈ പാൻ കേക്ക് കഴിക്കാനായിട്ട്. വളരെ സോഫ്റ്റുമാണ്. വായിൽ അലിഞ്ഞു പോകും പാൻ കേക്കാണിത്. കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം, കറിയില്ലാതെയും കഴിക്കാം. മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയാൽ മധുരമുള്ള പാൻ കേക്ക് ആയിരിക്കും ഇത്. ഇതിനിപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല. തേന് നമ്മൾ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് മധുരമൊന്നും ഉണ്ടാവില്ല.
മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാൻ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്